അന്ധകാരത്തിന് മാറ്റം വരുത്തുവാൻ ഇടയാക്കിയത് സുവിശേഷം. മനസ്സിലായോ? സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഇരുട്ട് മാറിയിട്ടുണ്ട്. രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ ഇടയാക്കിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ഇല്ലേ? ആണെന്ന് വേറും വൃത്തിയായിട്ട് തുണി കൊടുക്കുന്നത് സുവിശേഷം വന്നത് കൊണ്ടാണ്. ഇല്ലേ? പറ. ഈ പാൻറ് ഒക്കെ ടീം ചെയ്ത് പള്ളിക്കൂടത്തിൽ പോലും പോയ വലിയപ്പനല്ല. എന്നാലും പിള്ളേർ അമേരിക്കയിലും കാണുമ്പോൾ അപ്പനെ പാൻറ് ഒക്കെ ഇടിപ്പിച്ച് ബെൽറ്റ് നെഞ്ചത്തായിട്ടേക്ക് നിന്നാലിട്ട് ടൈജ് ഒക്കെ കെട്ടി ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഫോട്ടോ കണ്ടിട്ടില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല, എല്ലാം സുവിശേഷം വന്നത് കൊണ്ടാണ്. ആണെന്ന് പള്ളിക്കൂടത്തിൽ പോലും പോകാത്ത നമ്മുടെ ചില പഴയ അമ്മമാര് ഇരുന്ന് ഇംഗ്ലീഷാ പറഞ്ഞത് ഗ്ലോറി. അത് ഇത് വന്നത് കൊണ്ടാ, സുവിശേഷം വന്നത് കൊണ്ടാ. അല്ല തള്ള കുത്തി ഇരുന്ന ഗ്ലോറി എന്ന് പറയുമോ? അന്നേരം കളരി പോലും പോകാത്ത ചിഹ്നമ്മ പറഞ്ഞു പ്രൈസ് ദ ലോർഡ്. അത് എഴുതി തരാൻ പറഞ്ഞ അമ്മയെ ഞാനും കുഴയും, എന്നാലും വെച്ച് കീച്ചുക പ്രൈസ് ദ ലോർഡ്. അപ്പൊ അപ്പുറം ഇരുന്ന മേരി സഹോദരി വിക്ടറി അടിച്ചു മിന്നുക. അയ്യോ, ഇതിന്റെ എല്ലാം പിൻപിൽപ്പകം ഉള്ളത് സുവിശേഷം വന്നത് കൊണ്ടാ. എന്റെ ഭാഷയാ, നീ രണ്ട് ഇംഗ്ലീഷ് പറയുന്നത് സുവിശേഷം വന്നത് കൊണ്ടാ. രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ ഇടയാത് സുവിശേഷം വന്നത് കൊണ്ടാ. വീറും വൃത്തിയായിട്ട് മാനം മര്യാദയ്ക്കായിട്ട് തുണി ഉടുത്തത് സുവിശേഷം വന്നത് കൊണ്ടാ. ഇല്ലേ? വേണ്ടേ? നോക്ക്, നല്ല വൃത്തിയായിട്ടാ ഉടുത്തേക്കുന്നത്. ഇല്ലേ? വൃത്തിയായിട്ടാ ഉടുത്തേക്കുന്നത്. വൃത്തിയായിട്ടാ ഇല്ലേ? കാണായിരുന്നു. ആ ചനായിട്ട് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമെന്ന്. പിന്നെ ഇതൊക്കെ വീറും വൃത്തിയായിട്ട് തുണി കൊടുക്കാൻ പഠിച്ചത് സുവിശേഷം വന്നത് കൊണ്ടാ. അന്തസ്സായിട്ട് ജീവിക്കുവാൻ, ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഇടയാകാൻ സുവിശേഷം വന്നത് കൊണ്ടാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചോണം. ആരോടും പറയണം. അത് സഭ നോക്കണ്ട, മുഖാന്തരം നോക്കണ്ട, സംഘടന നോക്കരുത്, കളർ നോക്കരുത്, നിറം നോക്കരുത്. എവിടെയും ആരോട് എപ്പോഴും പറയുവാൻ പറ്റുന്ന ഒന്നാണ് സുവിശേഷം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സുവിശേഷം വന്നാൽ, സുവിശേഷം കേട്ടാൽ ഇരുട്ട് മാറും.